സാറ് നമ്മളിപ്പോ ഇവിടെ ടെക്നോ പാർക്കിന്റെ അടുത്തുള്ള ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഉണ്ടല്ലോ. അതെ. അപ്പൊ അതില് നമ്മൾ ഡിസൈൻ മാത്രമാണ് കൊടുക്കുന്നത്, പുള്ളി പ്രൊജക്ട് മാനേജ്മെന്റ് എടുത്തിട്ടില്ല. അപ്പോ എന്റെ അഭിപ്രായത്തിൽ പ്രൊജക്ട് മാനേജ്മെന്റും ഡിസൈനും കൂടെ ചെയ്താൽ മാത്രമേ ആ ഒരു പ്രൊജക്ട് ഒരു ക്വാളിറ്റി ഔട്ട് നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടത്തുള്ളൂ, ആ ഒരു പ്രൊജക്ട് ഒരു സക്സസ് ആവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതില് നമ്മളെ അസോസിയേഷനിൽ പല പ്രൊജക്ടുകളും ഉണ്ടായി. അതിൽ സാറിന് എന്താണ് അതിൽ പറയാനുള്ളത്? ക്രിസ്തി പറഞ്ഞാണ് കറക്റ്റ്. 100% അതിലൊരു ഇത് കിട്ടണമെങ്കിൽ ഇത് രണ്ടും നമ്മൾ തന്നെ കൈകാര്യം ചെയ്യണം. അതായത് ഡിസൈൻ ചെയ്യുന്നതും അതിൻ്റെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റും നമ്മൾ ചെയ്താൽ മാത്രമേ അതിനൊരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. 99% ക്ലിയർ ആവുള്ളൂ. മറ്റത് അവർ ചെയ്യാൻ നേരത്ത് അവർക്ക് പല കാര്യങ്ങളും അറിയില്ല. നമ്മൾ വരയ്ക്കുന്ന ഡിസൈനിൽ അത് അവർ മനസ്സിലാക്കുന്നത് വേറെ രീതിയിൽ മനസ്സിലാക്കി അതേ രീതിയിലേ വരുള്ളൂ. പ്രത്യേകിച്ച് ഈ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ അതിൽ ഓരോ സ്പേസും നമ്മൾ കാണിച്ചിരിക്കുന്നത് അവർ അതുപോലെ ചെയ്തില്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഡിഫക്റ്റ് ഉണ്ടാവും. ഈവൻ നമ്മൾ പറഞ്ഞാൽ തന്നെ അതിന്റെ പാസിംഗ് ഉണ്ട്, പാസിംഗ് ഏരിയ അത് 120 കൊടുത്തെങ്കിൽ ഇവർ 115 ആക്കിയാലും അതിൻ്റെതായിട്ടുള്ള ഡിഫക്റ്റ് അതിലുണ്ട്. ചെറിയ ഇപ്പൊ ഒരു തിക്നെസ് അതുപോലെ തന്നെ വീടായാലും ഒരു 2000 സ്ക്വയർ ഫീറ്റ് അല്ലെ ഒരു 1500 സ്ക്വയർ ഫീറ്റ് മുകളിലോട്ടാകുമ്പോൾ ഒരു പ്രൊജക്ടിന്റെ ടോട്ടൽ ഇത് മാനേജ് ചെയ്താൽ ഇപ്പൊ ക്വാളിറ്റിയും ഡിസൈൻ ചെയ്തിരിക്കുന്ന പോലെയാണോ സൈഡിൽ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം നമുക്ക് മോണിറ്റർ അല്ലേ? അതായത് ചില ആൾക്കാർക്ക് ഒരു ആർക്കിടെക്റ്റിന് ഇല്ലെങ്കിൽ ഒരു എഞ്ചിനീയർക്കോ പൈസ കൊടുക്കുന്നത് ആദ്യം അവർ കാൽക്കുലേറ്റ് ചെയ്യും, ഇത്ര രൂപയാണ് കൊടുക്കേണ്ടത് അവരുടെ പെർസെൻറ്റേജ് വെച്ച്. അതുകൊണ്ട് അവർ പതുക്കെ ഒഴിവാണ്. പക്ഷെ അതിനെക്കാട്ടിയും മോർ അഡ്വാൻറ്റേജ് ഉണ്ടാകുമെന്ന് കൺസൾട്ട് ചെയ്യുന്നതാണ്. കാരണം അയാൾക്ക് കൊടുക്കുന്ന 100 രൂപയാണെങ്കിൽ അയാൾ അത് കൊടുക്കാതെ ചെയ്തു കഴിഞ്ഞാൽ 300 രൂപ വരെ നഷ്ടം വരും. കാരണം എന്ന് വെച്ചാൽ ഇവരെ പഠിപ്പിക്കുന്നത് എത്രയും ആ ലേമാനും ആ ഒരു മാസനും ഒരു കോൺട്രാക്ടർ ആയിരിക്കും. അവർ പറയുന്ന രീതിയിൽ ഇയാൾ നീങ്ങാൻ നേരത്ത് അതിനുള്ള മെറ്റീരിയൽ കോസ്റ്റ്, അതിനുള്ള ടൈം വേസ്റ്റ്, അതിനുള്ള മണി, ഇതെല്ലാം സ്പേസ് അത് വളരെ പ്രധാനമാണ്. ഇതിനുപരി സ്പേസ് ആണ്. ഇതെല്ലാം ചെയ്തിട്ട് അവർക്ക് വിചാരിക്കുന്ന രീതിയിലുള്ള സ്പേസ് കിട്ടിയില്ലെങ്കിൽ അതും വ്യത്യാസം വരും. അതേപോലെ സ്ട്രക്ചറിൻ്റെയും അതേപോലെ ഇവർ വിചാരിക്കുന്ന 100% സ്ട്രക്ചർ സേഫ്റ്റി അല്ലെങ്കിലും അവർക്ക് വിഷമം തോന്നും. സാധാരണ ചിലവർ കാൻലിവർ ചെയ്ത് കൊടുക്കും, ഈ ലോഡ് നിൽക്കുമോ അതിൻ്റെ മേളിലുള്ള ഫ്ലോറ് അത് നിൽക്കുന്നത് ഒരു മേസന്റെ രീതിയിലുള്ള അറിവ് വെച്ച് മാത്രമേ ചെയ്യുള്ളൂ. നമ്മളാണെങ്കിൽ നമ്മൾ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ ഡിസൈൻ ചെയ്യാൻ നേരത്ത് അത് അവരുടേതായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത് കൃത്യമായി അതിൻ്റെ ലോഡ് കാൽക്കുലേറ്റ് ചെയ്ത് അത് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ അതായത് പെർഫെക്ഷൻ ആവുന്ന അത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ആ ഡിസൈനർക്കോ അതായത് ആ എഞ്ചിനീയർക്കോ ആർക്കിടെക്ചറിനോ കൊടുക്കാൻ മടിച്ച് അവർ ആദ്യമേ നമ്മൾ പറയാൻ നേരത്ത് നമുക്ക് ഇത്ര ശതമാനം പൈസ ഇല്ലെങ്കിൽ ഇത്ര രൂപ തരണമെന്ന് പറയുന്നത് ഇവർ വിചാരിക്കുക അതിൻ്റെ ഒരു ഫ്ലോർ ചെയ്തുകൂടെ, ഈ കാശ് കൊടുക്കുന്നത് നമുക്ക് മേസരിയെ വിളിച്ച് ചെയ്യാം. മേസരി ചെയ്യാൻ നേരത്ത് അവർക്ക് നമുക്ക് തരുന്നതിന് കാട്ടി ഒരു 5 ഇരട്ടി അവർക്ക് ലോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഉടനെ ഒരു വീടോ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങോ പണിയാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് സംസാരിക്കാം. ഞങ്ങൾ നിങ്ങളെ മാക്സിമം ഹെൽപ്പ് ചെയ്യാം. താങ്ക് യു.